ഓ ഭഗവാൻ ആദിനാരായണന്റെ ഇച്ഛ, ആഗ്രഹം, സങ്കല്പം ഹേതുവായിട്ട് സനകാദി കോപമുണ്ടാവുകയും കോപം ഉണ്ടായതിന്റെ ഫലമായിട്ട് ജയവിജയൻ മുതലായ ഭഗവത് പാർഷദന്മാർക്ക് തന്നെ ശാപം ഏൽക്കുകയും ഉണ്ടായി എന്നാണ് നമ്മളിവിടെ പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനി നമ്മൾ ദിതിദേവിയിലൂടെ പുനർജനിച്ച ജയവിജയന്മാര് അങ്ങനെ അവരുടെ ആ ഹിരണ്യാക്ഷനെ ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ച് വധിച്ച ഭാഗത്തെക്കുറിച്ചിട്ടാണ് ഇനിയും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് ഇരിക്കുന്നത്. 100 കൊല്ലക്കാലം ദിതിദേവി കശ്യപഗർഭത്തെ ഗർഭോദരത്തിൽ ചുമന്നു. 100 കൊല്ലം പൂർത്തിയാക്കിയതിന് ശേഷം 2 കുട്ടികൾക്ക് ജന്മം കൊടുക്കുകയുണ്ടായി. കുട്ടികൾ ജനിക്കുന്ന ആ പ്രസവ സമയത്ത് അനേകം ദുർനിമിത്തങ്ങൾ അവിടെ ഉണ്ടാവുകയുണ്ടായി. ദുർനിമിത്തങ്ങളായിട്ട് ഭൂമി കുലുങ്ങി, പിന്നെ സമുദ്രം കലങ്ങി മറഞ്ഞു, കൊടുങ്കാറ്റ് ആഞ്ഞു വീശി, ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളിൽ നിന്നും കണ്ണുനീരൊഴുകി, പിന്നെ പശുക്കളെ കറന്നാൽ ചോര ആണ് ആ സമയത്ത് കിട്ടിയത്. ഗ്രഹങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക പരിവേഷങ്ങളും കാണുകയുണ്ടായി. ഇങ്ങനെയൊക്കെയാണ് ദുർനിമിത്തങ്ങൾ കാണിച്ചത്. അപ്പൊ ആ ദുർനിമിത്തങ്ങൾ കണ്ടപ്പോൾ പ്രളയകാലം തന്നെ അടുത്തുപോയോ എന്ന് സജ്ജനങ്ങളടക്കമുള്ള ബഹുജനങ്ങളെല്ലാം ആശങ്കാകുലരായി പേടിച്ചുപോയി. അങ്ങനെയൊക്കെയാണെങ്കിലും കുട്ടികൾ ജനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഷോഡശ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് നാമകരണാദി സംസ്കാരങ്ങളൊക്കെയാണ്. എന്ത് തന്നെയായാലും ഇവിടെ തൻ്റെ കുട്ടികൾക്ക് കശ്യപ മഹർഷി തന്നെ നാമത്തെ നൽകുകയുണ്ടായി. കുട്ടികൾക്ക് ഹിരണ്യാക്ഷനെന്നും ഹിരണ്യകശിപുവും എന്നാണ് കശ്യപ മഹർഷി നാമത്തെ കൊടുത്തത്. നാമകരണം കഴിഞ്ഞപ്പോൾ ആ കുട്ടികള് അല്പസമയം കൊണ്ട് തന്നെ പൂർണ്ണ വളർച്ചയെത്തി വളർന്ന് പടുകൂറ്റന്മാരായിട്ട് അങ്ങോട്ട് തീരുകയാണ് ചെയ്തത്. സാധാരണ പ്രജകൾക്ക് ശൈശവ, ബാല്യ, കൗമാര, യൗവന തുടങ്ങിയിരിക്കുന്ന പ്രായഭേദങ്ങളൊന്നും സമയം എടുത്ത് ഇവർക്ക് സ്വീകരിക്കേണ്ടി വന്നില്ല. ഇവര് ജനിച്ചത് വഴി തന്നെ അങ്ങ് വലിയ രൂപത്തെ അങ്ങോട്ട് പ്രാപിച്ചു എന്നാണ് പറയുന്നത്.
അവര് സൂര്യമണ്ഡലത്തേക്കാൾ ഉയർന്നു എന്നാ പറയുന്നത്. അവരുടെ വലിപ്പം ആകാശത്തിനനുസരിച്ച് അങ്ങോട്ട് ഉയർന്നു എന്ന് പറയാം. അപ്പോ അങ്ങനെ അവരിൽ അനുജനായ ഹിരണ്യാക്ഷൻ ബ്രഹ്മദേവനെ സേവിച്ചിട്ട് വരങ്ങളൊക്കെ സമ്പാദിക്കുകയുണ്ടായി. അങ്ങനെയുള്ള ഹിരണ്യാക്ഷൻ ഹിരണ്യകശിപുവായ തന്റെ സഹോദരന്റെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് ദേവന്മാരോട് തന്നെ യുദ്ധത്തിനങ്ങോട്ട് പുറപ്പെടുകയുണ്ടായി. യുദ്ധത്തിന് വൻപടകളോടുകൂടി വരുന്ന ആദ്യ ദൈത്യനെ കണ്ട അമരന്മാര് സ്ത്രീകളോടും കൂടിയിട്ട് ഓടി രക്ഷപ്പെടുവാനുള്ള ശ്രമമാണ് ചെയ്തത്. അപ്പോ ഹിരണ്യാക്ഷൻ ഇനിയിപ്പോ തനിക്ക് യുദ്ധം ചെയ്യാൻ ദേവന്മാരൊന്നും തനിക്കെതിരെ അഭിമുഖമായിട്ട് വരുന്നില്ല. പിന്നെ ഞാൻ ഇനിയിപ്പോ ആരോടാണ് യുദ്ധം ചെയ്യുക എന്ന വ്യഥയോട് കൂടിയിട്ട് സമുദ്രത്തെ അങ്ങോട്ട് കാണുകയാണ്. അപ്പൊ സമുദ്രത്തിൽ അങ്ങോട്ട് ഇറങ്ങി അല്പനേരം ജലക്രീഡ ചെയ്തു. എന്നിട്ട് നേരെ സമുദ്രനാഥനായ വരുണന്റെ കൊട്ടാരത്തിൽ അങ്ങോട്ട് എത്തി. അലകളോട് മല്ലടിച്ചതിന് ശേഷമാണ് അവിടേക്ക് ചെന്നത്. എന്നിട്ട് വാക്കുകളെ കൊണ്ട് വരുണനെ വളരെയധികം അപമാനിക്കുകയും ധൈര്യമുണ്ടെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ വാ എന്നോട് യുദ്ധത്തിന് കലഹത്തിന് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ട് പോർവിളിയൊക്കെ നടത്തി. അപ്പോ വരുണനറിയാം നീ അസുരനെ എതിർത്ത് ജയിക്കുവാനുള്ള ശക്തി തൽക്കാലം തനിക്കില്ലെന്നുള്ള പരമാർത്ഥം വരുണനറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ വരുണൻ പറഞ്ഞു, ശ്രീനാരായണമൂർത്തി നിന്റെ യുദ്ധക്കൊതിയെ തീർക്കും. യുദ്ധക്കൊതിയെ തീർത്ത് നിന്നെ വധിക്കുവാൻ ഭഗവാൻ നാരായണൻ തന്നെ എത്രയും പെട്ടെന്ന് ആവിർഭവിക്കുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വരുണൻ ഹിരണ്യാക്ഷനെ അങ്ങോട്ട് ശപിക്കുകയാണ് ഉണ്ടായത്. ശാപം കേട്ടിട്ടും ഹിരണ്യാക്ഷന് വലിയ പരിഭ്രമൊന്നും ഉണ്ടായില്ല. പൊതുവെ അസുരന്മാരാണ്, അസുരനാണ്, അസുര സ്വഭാവമാണ്. അതിനോടൊപ്പം തപസ് കൊണ്ട് വലിയ ശക്തികളൊക്കെ ആർജിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളത് കൊണ്ടുകൂടി ആ വരുണന്റെ തപസ്, ആ വരുണന്റെ തപസ്സിൽ നിന്ന് കാരണം തപസ്സുകൾക്കാണല്ലോ ശപിക്കാൻ കഴിയുക. തപസ്സിൽ കൊണ്ടാണെങ്കിലും ഗതികെട്ട് അപമാനവും ദുഃഖവും സഹിക്കുക ചെയ്യാതായപ്പോഴാണ് വരുണൻ നീ നാരായണനെ കൊണ്ട് കൊല്ലപ്പെടും എന്ന് ശപിച്ചത്. അപ്പൊ ആ വാക്ക് ഹിരണ്യാക്ഷന്റെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ തറച്ചു നിൽക്കുന്നുണ്ട്. അപ്പൊ ആ വാക്കിനെ അടിസ്ഥാനപ്പെടുത്തി അങ്ങനെ ഒരു നാരായണനുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഭഗവാൻ ഉണ്ടെങ്കിൽ എൻ്റെ സ്വന്തം ശത്രുവായിരിക്കുന്ന നാരായണൻ എവിടെ എന്നും ചോദിച്ചങ്ങോട്ട് കാണുന്നവരോടൊക്കെ അന്വേഷിക്കുവാനും അതുപോലെ നാരായണനെ തെരഞ്ഞ് യാത്ര തുടരുകയും ചെയ്തു. അങ്ങനെ നാരായണനെ അന്വേഷിച്ച് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഹിരണ്യാക്ഷൻ ശ്രീ നാരദ മഹർഷിയുടെ അടുക്കിലെത്തുകയുണ്ടായി. നാരദ മഹർഷിയോടും തൻ്റെതായിരിക്കുന്ന താല്പര്യത്തെ
ദേശത്തെ അറിയിപ്പിച്ചു, ഞാനിപ്പോ നാരായണൻ അന്വേഷിച്ച് നടക്കുകയാണ്, അവൻ എൻ്റെ കൈകൊണ്ട് വേണം കൊല്ലുവാൻ, എൻ്റെ ശത്രുവാണത്ര. എന്തായാലും ഭൂമിയിൽ നാരായണനും ഹിരണ്യാക്ഷനും രണ്ടുപേരിനി എന്തായാലും ഒരുമിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നാരായണൻ. അതുകൊണ്ട് ഈ നാരായണൻ ഞാൻ കുറെ കാലമായി അന്വേഷിക്കാൻ തുടങ്ങി. നാരായണനെ എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. നാരദ, അങ്ങേക്ക് നാരായണനെ എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ലേ എന്ന് ചോദിക്കുക. അപ്പോ നാരദ മഹർഷി ഇങ്ങനെ വരാഹമൂർത്തിയുടെ സ്ഥാനം കാണിച്ചു കൊടുക്കുവാൻ തന്നെ വേണ്ടി നിശ്ചയിച്ചു. ആ നിശ്ചയിച്ച സമയത്തിൽ തന്നെയാണ് ആഴിയിൽ നിന്നും കോഴിയെ ഉദ്ധരിച്ച് തേറ്റയിൽ ഏറ്റിക്കൊണ്ടുവരുന്ന ശ്രീ വരാഹമൂർത്തിയെ കണ്ട് നാരദനും വളരെ സംതൃപ്ത ചിത്തനതയോടുകൂടിയിട്ട് ഹിരണ്യാക്ഷനെ കാണിച്ചു കൊടുക്കാം. ദാ കണ്ടോ, അതാണ് നിന്റെ ശത്രുവായ ദേവപക്ഷപാതിയായ നാരായണൻ എന്ന് പറയുകയാണ്. അപ്പോ ആ നാരായണൻ അപ്പോ വരാഹസ്വരൂപം, ഒരു പന്നിയുടെ സ്വരൂപത്തിലാണ് നാരായണൻ ഈ സന്ദർഭത്തിൽ ആവിർഭവിച്ചിട്ടുള്ളത്. അപ്പൊ പന്നിക്കുട്ടിയെ അങ്ങോട്ട് കണ്ടപ്പോൾ ഹിരണ്യാക്ഷൻ അങ്ങോട്ട് പൊട്ടിച്ചിരിക്കുകയുണ്ടായി. പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണോ നാരായണൻ? ഈ കാടൻ പന്നിയാണോ? ഇത്രയും വലിയ ധീര ശൂര പരാക്രമിയായ നാരായണൻ എന്നങ്ങനെ അങ്ങോട്ട് പരിഹസിച്ചിട്ട് അങ്ങോട്ട് പറയാൻ തുടങ്ങി. എന്തായാലും കാടൻ പന്നിയായാലും ശരി, ആരായാലും ശരി, ഈ ഹിരണ്യാക്ഷൻ നിശ്ചയിച്ചു ഈ വരാഹമൂർത്തിയെ കൊന്നിട്ട് തന്നെ ബാക്കി കാര്യം എന്നുള്ള രീതിയിൽ അങ്ങോട്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. യുദ്ധത്തിനൊരുങ്ങിയ ഹിരണ്യാക്ഷനോട് വരാഹമൂർത്തി, അതായത് വരാഹമൂർത്തി ഇപ്പം ഇങ്ങനെ ഭൂമി അങ്ങനെ തേറ്റയിലും വെച്ചിട്ട് ഉയർത്തി വരിക. അപ്പോൾ ആ ഭൂമി ദേവിയെ ജലോപരി സ്ഥാപിച്ച ശേഷം ഹിരണ്യാക്ഷന്റെ നേരെ തിരിഞ്ഞിട്ട് മറുപടി പറയാൻ തുടങ്ങി. അതെ, ഞാൻ കാട്ടുസിംഹം തന്നെയാണ്. നിന്നെപ്പോലുള്ള നാടൻ സിംഹങ്ങൾ, എന്താ നാട്ടിലെ സിംഹം നായക്കളാണ്, ഷോക്കൾ. നിന്നെപ്പോലെയുള്ള ഷോക്കളെ അന്വേഷിച്ച് നടക്കുന്ന പന്നി തന്നെയാണ് ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് അവർ തമ്മിൽ വളരെ വലിയ യുദ്ധം തന്നെ നടക്കുകയുണ്ടായി. അവർ രണ്ടുപേരും അന്യോന്യം ഗത കൊണ്ടും മറ്റു പല വിധത്തിലുള്ള ആയുധങ്ങളെ കൊണ്ടും യുദ്ധം ചെയ്തു. ആ അതിഭയാനകമായിരിക്കുന്ന യുദ്ധം കാണുവാൻ വേണ്ടിയിട്ട് ബ്രഹ്മാദി ദേവന്മാരെല്ലാം ആകാശത്തിൽ വന്ന് നിറയുകയും ചെയ്തു. അപ്പോ രണപ്രിയനായിരിക്കുന്ന ഭഗവാൻ ഹിരണ്യാക്ഷനെ കൊല്ലാൻ നോക്കാതെ യുദ്ധം ചെയ്ത് കളിക്കുകയാണ് ചെയ്തത്. അപ്പൊ യുദ്ധം ചെയ്ത് കളിക്കുന്നത് കണ്ടപ്പോ ബ്രഹ്മദേവനെ പന്തികേട് മനസ്സിലായി. കാരണം ഈ രാക്ഷസന്മാർക്ക് രാത്രിയിലാണ്, ഇരുട്ടിലാണ് ശക്തി കൂടുക. ഇരുട്ടാവാൻ രാത്രിയാവാൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി ആയിക്കഴിഞ്ഞാൽ ഈ ഇവരുടെ ശക്തി വർദ്ധിക്കും. അപ്പൊ അത് വരാഹത്തിന് തന്നെ ഭീഷണിയായിട്ട് തീരുവാൻ ഇടയുണ്ട്. അതുകൊണ്ട് ബ്രഹ്മാവ് പരിഭ്രമത്തോടു കൂടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു പറഞ്ഞു,
മഹാമായാവിയും ദുഷ്ടനും എന്നിൽ നിന്നും വരം സമ്പാദിച്ചവനുമായ ഇവനെ അവിടുന്ന് വേഗം നിഗ്രഹിക്കണം. അങ്ങിപ്പോ തന്നെ ഇവനെ വധിക്കുവാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അത് അങ്ങേക്ക് തന്നെ ഭീഷണിയായിട്ട് തീരും. കാരണം രാത്രിയായിട്ടുണ്ടെങ്കിൽ അസുരന്മാർക്ക് മായാബലം വർദ്ധിക്കും. സ്വതവേ അസുരന്മാർ ബലശാലികളാണ്. അപ്പൊ അവരുടെ ബലത്തോടൊപ്പം മായ, വഞ്ചന, കളവ് അത് കാണിക്കുവാനുള്ള വൈദഗ്ധ്യം കൂടി അങ്ങോട്ട് പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹിരണ്യാക്ഷനെ കൊല്ലുക എന്നുള്ളത് അസാധ്യമായിട്ട് തീരും. ഇപ്പോ അങ്ങേക്ക് ഹിരണ്യാക്ഷനെ വധിക്കുവാൻ പറ്റിയ സമയമാണ്. ഇപ്പോഴത്തെ മുഹൂർത്തം അഭിജിത്ത് എന്ന മുഹൂർത്തമാണ് എന്ന് ഭഗവാനെ അറിയിപ്പിക്കുകയാണ്. ഇവിടെ ഈ പറഞ്ഞ ഈ അഭിജിത്ത് മുഹൂർത്തമായിട്ട് പറയുന്ന നമ്മുടെ ദിവസങ്ങൾ, എല്ലാ ദിവസത്തിലും വരുന്ന 12 മണി മുതൽ 1 മണി വരെയുള്ള സമയത്തിനിടയിൽ വരുന്ന ആ വേള, ആ മുഹൂർത്തത്തിനെയാണ് അത്ര വാസ്തവത്തിൽ അഭിജിത്ത് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് പ്രത്യേകിച്ച് ഏതെങ്കിലും സത്കാര്യങ്ങൾ ആചരിക്കുവാൻ വേണ്ടിയിട്ട് മുഹൂർത്തം അങ്ങനെയുള്ളതൊന്നും നമുക്ക് നിശ്ചയിക്കാൻ പറ്റിയില്ല. പെട്ടെന്നൊരു ശുഭകാര്യത്തിന് നമുക്ക് പുറപ്പെടേണ്ടി വരികയാണ്, അല്ലെങ്കിൽ ആരംഭിക്കേണ്ടി വരികയാണ് എന്ന് വരികയാണെങ്കിൽ ഈ 12 മണിക്കും 1 മണിക്കും ഇടയിലായിട്ട് 12:45 കൂടിയിട്ട് നമ്മൾ ആ സദ്വിചാരങ്ങളോടുകൂടി ഈശ്വരസ്മൃതിയോട് കൂടിയിട്ട് ആ സംരംഭം സമാരംഭിച്ചാൽ അത് ശുഭമുഹൂർത്തത്തിൽ ആരംഭിച്ച കർമ്മങ്ങളെ പോലെ തന്നെ ഫലപ്രാപ്തി കാണിക്കുന്നതായിരിക്കുമെന്നാണ് പൗരാണികമായ കാലം മുതലേ വിശ്വസിച്ചു വരുന്നവരെ വിശ്വാസം. അപ്പം അങ്ങനെയുള്ളൊരു അഭിജിത്ത് മുഹൂർത്തമാണ്. അപ്പം അതുകൊണ്ട് അങ്ങക്ക് അധർമ്മിയെ വധിക്കാൻ പറ്റിയൊരു സമയമാണ് എന്ന് ബ്രഹ്മദേവൻ വരാഹമൂർത്തിയോട് അറിയിച്ചു. വരാഹമൂർത്തി ബ്രഹ്മദേവന്റെ വാക്കുകൾ കേട്ടപ്പോൾ ഒന്ന് കടാക്ഷിച്ചു, പുഞ്ചിരിച്ചു. എന്നിട്ട് വീണ്ടും യുദ്ധം തുടരുകയും ചെയ്തു. അങ്ങനെ അതിഭയങ്കരമായ രീതിയിൽ തന്നെ യുദ്ധം മുറുകി. ആ യുദ്ധത്തിനിടയിൽ ഹിരണ്യാക്ഷന്റെ അടിയാൽ ഭഗവാന്റെ തൃക്കൈയിൽ നിന്ന് ഗദ പോലും തെറിച്ച് വീണു പോവുകയുണ്ടായി. ഇത് കണ്ടപ്പോ ദേവന്മാരെല്ലാം അത്ഭുതപ്പെടുകയും സങ്കടപ്പെടുകയും ചെയ്തു. എന്നാ വാസ്തവത്തിൽ ഇവിടെ സംഭവിച്ചെന്താന്ന, ഭക്തവത്സലനായ ഭഗവാൻ തന്റെ ഭക്തനോടുകൂടി കളിക്കുകയായിരുന്നു. കാരണം ഭഗവാൻ അറിയാം ഇത് തന്റെ പാർഷദനാണ്. ആ പാർഷദനോട് കൂടിയിട്ട് ഭഗവാൻ കളിക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തത്. അങ്ങനെ കളിക്കുകയാണെങ്കിലും ഈ ഹിരണ്യാക്ഷൻ വീണ്ടും ക്രൂരമായ രീതിയിൽ തന്നെ ശൂലത്തേക്ക് അങ്ങോട്ട് ഉപയോഗിച്ചുകൊണ്ട് ഭഗവാനെ കൊല്ലും എന്നുള്ള രീതിയിൽ അങ്ങോട്ട് യുദ്ധം ആരംഭിക്കുകയാണ് ചെയ്തത്. അപ്പൊ ആ ശൂലത്തേക്ക് വരാഹമൂർത്തി നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഹിരണ്യാക്ഷൻ ഏതെല്ലാം രീതിയിൽ ആയുധങ്ങൾ ഉപയോഗിച്ചുവോ ആ ഉപയോഗിച്ച ആയുധങ്ങളെ എല്ലാം തന്നെ വരാഹമൂർത്തി നശിപ്പിക്കുന്നുണ്ട്. ആയുധങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഹിരണ്യാക്ഷൻ ഒടുവിൽ മായായുദ്ധം തന്നെ അങ്ങോട്ട് തുടങ്ങി. മായായുദ്ധം ആരംഭിച്ചപ്പോ സുദർശനം കൊണ്ട് ഭഗവാൻ ഹിരണ്യാക്ഷന്റെ എല്ലാവിധത്തിലുള്ള മായകളെയും നശിപ്പിക്കേണ്ടായി. ഈ സമയത്ത് ദിവി ദേവിയുടെ സ്ഥലങ്ങളിൽ നിന്നും ആപത് സൂചകമായിട്ട് ദുർനിമിത്തമായിട്ട് രക്തം ഒഴുകാനുണ്ടായി. ആ സാഹചര്യത്തിലാണ് ഭഗവാൻ തൃക്കൈ കൊണ്ട് ഹിരണ്യാക്ഷന്റെ കരണത്തടിച്ച്
നിഗ്രഹിക്കുകയും ചെയ്തത്. ഭഗവാന്റെ തൃക്കൈകളാൽ മരണം ലഭിച്ച ഹിരണ്യാക്ഷന്റെ മഹാഭാഗ്യത്തെയും ഭഗവാന്റെ വൈഭവത്തെയും ബ്രഹ്മാദി ദേവന്മാര് പുകഴ്ത്തുകയുണ്ടായി. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും വളരെ മഹിമയോടുകൂടിയ ഈ ഹിരണ്യാക്ഷവധ ചരിത്രം ശ്രവിച്ചാൽ അത് ബ്രഹ്മഹത്യാദി പാപങ്ങൾ കൂടി നശിപ്പിക്കുന്നതായിരിക്കുമെന്ന് മൈത്രേയ മുനി ഇവിടെ ഫലശ്രുതിയെയും പറയുകയും ചെയ്തു. ഈ ഫലശ്രുതി വാസ്തവത്തിൽ നമ്മൾ ഈ മോട്ടിവേഷന് വേണ്ടിയിട്ടാണെന്ന് പറയും, പ്രചോദനത്തിന്. ഇപ്പം നമ്മൾ ഏതൊരു ധർമ്മത്തിൽ പ്രവർത്തിക്കണമെങ്കിലും എന്ത് വേണം? ഈ ധർമ്മം ആചരിക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണദോഷങ്ങൾ. അപ്പൊ അതിലെ ആ ഗുണത്തെ ആർജിക്കുവാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ധർമ്മത്തെ ആചരിക്കുന്നത് തന്നെ. അപ്പോ അതിനു വേണ്ടിയിട്ടാണ് ഈ ഫലശ്രുതി. അപ്പൊ രോചനാർത്ഥ ഫലശ്രുതി എന്നാ പറയുക. രോഗിക്ക് ഔഷധം പോലെ, കനൌഷധം കഴിക്കുന്ന കുട്ടിയോട് കനൌഷധത്തിന് പ്രത്യേകിച്ച് കഷായമൊക്കെ ഭയങ്കര കയ്പായിരിക്കും. അത് കുഞ്ഞുങ്ങൾ കഴിക്കാൻ മടിക്കും. അപ്പൊ അമ്മമാര് പറയും, കഷായം കഴിച്ചോ, മിഠായി തരാം, ശർക്കര തരാം, അത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പൊ കുട്ടി വാസ്തവത്തിൽ എന്തിനു വേണ്ടിയിട്ടാണ്? മിഠായിക്ക് വേണ്ടിയിട്ട്, ചക്കരയ്ക്ക് വേണ്ടിയിട്ടാണ് കഷായം കഴിക്കുന്നത്. പക്ഷെ അമ്മ കഷായം കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കുട്ടി കഷായം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. കഷായം കുടിച്ചാലാണ് കുഞ്ഞിന്റെ രോഗം മാറുകയുള്ളൂ. ഇത് അമ്മയ്ക്കറിയാം. അപ്പൊ ഇവിടെ ഋഷികന്മാരും മനുഷ്യരോടുള്ള അപാര കാരുണ്യ നിമിത്തമായിട്ട് ഓരോന്നിനും ഫലശ്രുതി പറയുന്നത് മനുഷ്യനെ വാസ്തവത്തിൽ സ്വേച്ഛയോട് കൂടിയിട്ട് ധർമ്മം ആചരിക്കുക എന്നുള്ളൊരു സഹജ സ്വഭാവം ഇല്ലെന്നാണ് പറയുന്നത്. കാരണം തൻ്റെ നിലനിൽപ്പിനും തൻ്റെ സുഖത്തിനും തൻ്റെ ഇഷ്ടപൂർത്തിക്കും വേണ്ടിയിട്ട് തൻ്റെ കഴിവിനനുസരിച്ച് ബലത്തിനനുസരിച്ച് തനിക്ക് തോന്നിയ രീതിയിൽ ജീവിക്കുവാനുള്ളൊരു പ്രവണതയാണ് വാസ്തവത്തിൽ സ്വാഭാവികമായിട്ടുള്ളത്. ഒരു നിയന്ത്രണവുമില്ലാത്ത മനോഭാവം. അപ്പം അങ്ങനെയുള്ള നിയന്ത്രണമില്ലാത്ത മനോഭാവത്തോടു കൂടിയിട്ട് ലോകത്തിൽ ജീവിച്ചാൽ അപകടങ്ങളും ആപത്തുകളും വളരെയധികം ഉണ്ടാകും. അപ്പം അങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും മോചിക്കണമെങ്കിൽ നിയന്ത്രണത്തോടു കൂടിയിട്ട് ജീവിക്കാൻ കഴിയണം. അപ്പോൾ ആ നിയന്ത്രിതമായിട്ട് ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണവിശേഷങ്ങളെയാണ് ഇവിടെ ഫലശ്രുതിയായിട്ട് അവതരിപ്പിക്കുന്നത്. ഇതിവിടെ ഈ 1-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെ പറഞ്ഞ കഥകളെ കർമ്മകാണ്ഡത്തിന്റെ സൂചകമായിട്ടാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് വിതുര മൈത്രേയ സംവാദ സ്വരൂപത്തിലാണ് നമ്മളിവിടെ ഇങ്ങനെ ഈ കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഈ മരീച്യാദി ഋഷീശ്വരന്മാരെന്ന് നമ്മളിവിടെ കേൾക്കേണ്ടായി. അപ്പൊ അവരാരൊക്കെയാണെന്ന് വെച്ചാൽ മരീചി, അങ്കിരസ്, അത്രി, പുലഹൻ, പുലസ്ത്യൻ, വസിഷ്ഠൻ, ഭൃഗു, നാരദൻ തുടങ്ങിയവരെയാണ് മരീച്യാദി ഋഷികൾ എന്ന് പറയുന്നത്. ഇവർക്കാണ് ഭഗവാൻ കർമ്മകാണ്ഡത്തെ, ധർമ്മമീമാംസയെ ഉപദേശിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോ അങ്ങനെ എല്ലാ കഥകളും നമ്മളിവിടെ ഇങ്ങനെ തുടക്കം മുതൽ തന്നെ ശ്രവിക്കേണ്ടായി. അപ്പൊ ഇവിടെ ഈ ഹിരണ്യാക്ഷനെ വധിച്ചു നിർത്തിയ ഭാഗമാണ് ഈ കർമ്മകാണ്ഡത്തിന്റെ അവസാന ഭാഗമായിട്ട് നമുക്ക് കേൾക്കുവാനായിട്ട് സാധിച്ചത്. ഇത് ബ്രഹ്മഹത്യ തുടങ്ങിയിരിക്കുന്ന ശാപങ്ങളെ, പാപങ്ങളെയൊക്കെ നശിപ്പിക്കുന്നുമുണ്ട്. അപ്പൊ എന്താ ബ്രഹ്മഹത്യ എന്ന് വെച്ചാൽ നമുക്ക് എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു തൃപ്തിയില്ലായ്മ, ഒരു അസ്വസ്ഥത, ഒരു അപൂർണത. ഇതിനെയാണ് വാസ്തവത്തില് ബ്രഹ്മഹത്യാ പാപം എന്ന് പറയുന്നത്.
ആഴത്തിൽ പരിശോധിച്ച് നോക്കുമ്പോൾ ഇതെല്ലാ മനുഷ്യർക്കും ഉള്ളൊരു പ്രതിഭാസം തന്നെയാണ്. അപ്പൊ അതിന് പല പല കാരണങ്ങളും പറയുന്നുണ്ട്. എന്തായാലും ഈ ബ്രഹ്മഹത്യ എന്ന് വെച്ചാൽ ഗുരുശാപത്തെയാണ് ബ്രഹ്മഹത്യ എന്ന് പറയുന്നത്. ഗുരുവിന്റെ, ആത്മീയ ഗുരുവിൻ്റെതല്ലെങ്കിലും മാതാപിതാക്കള് അല്ലെങ്കിൽ മുതിർന്ന ജനങ്ങള് ആയിരിക്കുന്ന ആളുകളുടെ ശാപവും കോപവും കിട്ടാത്തവര് വളരെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പ്രത്യേകിച്ച് ആത്മീയ ഗുരുക്കന്മാരുടെ മനസ്താപം അല്ലെങ്കിൽ അവരുടെ ആ ഹൃദയ വ്യഥയിൽ നിന്നും വരുന്ന എന്താ പറയുക പ്രതിഫലനങ്ങളൊക്കെയാണ് ഈ ബ്രഹ്മഹത്യാ പാപത്തിന് കാരണമായിട്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ബ്രഹ്മഹത്യാദി പാപദോഷങ്ങൾ കൂടി ഈ ഭാഗത്തിന്റെ ശ്രവണം കൊണ്ട് അകന്നു പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഹിരണ്യാക്ഷനെ കുറിച്ച് പറയുന്ന അതായത് ഹിരണ്യം എന്ന് വെച്ചാൽ സ്വർണമാണ്. അപ്പൊ ഇവിടെ സംഹരക ബുദ്ധിയായ ഹിരണ്യാക്ഷൻ എന്നാണ്. അപ്പൊ അങ്ങനെയുള്ള ഹിരണ്യാക്ഷനെ സംഗ്രഹ ബുദ്ധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലോകസംഗ്രഹം ധർമ്മസംഗ്രഹം എന്നുള്ള രീതിയിലുള്ള സംഗ്രഹമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എല്ലാം തനിക്ക് വേണ്ടി മാത്രം ആർജിക്കുക, തനിക്ക് വേണ്ടി മാത്രം ഊട്ടിവെക്കുക. സുഖമായാലും സമ്പത്തായാലും എന്തായാലും അത് തനിക്ക് മാത്രം, തന്റെ പക്ഷത്തിലുള്ള ആളുകൾക്ക് വേണ്ടി മാത്രം സ്വരൂപിച്ചു വെക്കുന്ന മനസ്സിന്റെ പ്രവണതയാണ് ഹിരണ്യാക്ഷ ബുദ്ധി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള സംഗ്രഹ ബുദ്ധിയെ നശിപ്പിക്കാനാണ് ഇവിടെ ഭഗവാൻ യജ്ഞവരാഹമായിട്ട് അവതരിച്ചത്. ഇവിടെ അപ്പൊ യജ്ഞവരാഹസ്വരൂപിയായിട്ടാണ് ഭഗവാന്റെ അവതാരം. അപ്പൊ ഈ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണത്? അതായത് കർത്തവ്യകർമ്മങ്ങളെ ഫലനിരപേക്ഷമായിട്ട് ഈശ്വരാരാധനയോടുകൂടി ചെയ്യുമ്പോഴാണ് ഒരു ധർമ്മം യജ്ഞമായിട്ട് തീരുന്നത്. മനുഷ്യരുടെ കർമ്മം, അവർ ചെയ്യുന്ന ആ കർമ്മം തൻ്റെ ധർമ്മമാണ്, ധർമ്മത്തിന് വേണ്ടി ഞാൻ ധർമ്മം ആചരിക്കുകയാണ് എന്ന അവബോധത്തോടു കൂടിയിട്ട് അതിൽ നിന്ന് പ്രത്യേകിച്ച് വേറെ ഒന്നും ആഗ്രഹിക്കാതെ ജനിച്ചുപോയി, ജനിച്ചതുകൊണ്ടിവിടെ അധർമ്മം ആചരിക്കാതെയും ധർമ്മം ആചരിക്കുകയുമാണ് ആവശ്യമായിട്ടുള്ളത്. ധർമ്മത്തിന് വേണ്ടി ധർമ്മം ആചരിക്കുവാൻ വേണ്ടിയിട്ട് കർത്തവ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുക. അങ്ങനെ കർത്തവ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ആ കർമ്മം യജ്ഞമായിട്ട് തീരും. ഇവിടെ ഈ യജ്ഞവരാഹം അവതരിച്ചത് എങ്ങനെയാണ്? ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്നുമാണ്. നാസ ബ്രഹ്മദേവന്റെ മൂക്കിലൂടെയാണ് ഭഗവാൻ യജ്ഞവരാഹ സ്വരൂപത്തിൽ ആവിർഭവിച്ചു വന്നത്. അപ്പോ ഈ വരാഹം എന്ന് വെച്ചാൽ സപ്താഹം, നവാഹം എന്നൊക്കെ നമ്മൾ കേൾക്കുന്നത്. അപ്പൊ ഇവിടെ അഹം, അഹസ് എന്ന് പറഞ്ഞാൽ ദിവസത്തിനെയാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വരാഹം എന്ന് വെച്ചാൽ ഒരു ദിവസം എങ്ങനെയാണ് ശ്രേഷ്ഠമാകുന്നത് എന്ന് കാണിക്കുക. വരാഹം നമ്മുടെ ദിവസത്തെ എങ്ങനെ ശ്രേഷ്ഠമായ ദിവസമാക്കിയിട്ട് മാറ്റാം. ഒരു ദിവസം ശ്രേഷ്ഠമാകുവാൻ എന്തു ചെയ്യണം എന്നാണ് നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കേണ്ടതായിരിക്കുന്ന തത്വം. അപ്പോ മൂക്കിൽ നിന്ന് അവതരിച്ചു എന്ന് പറയുമ്പോൾ ഭൂമി ഗന്ധ തന്മാത്രയിൽ നിന്നും ഉണ്ടായതാണ്. പഞ്ചഭൂതങ്ങളിൽ അഞ്ചാമത്തെ ഭൂതമായ ഈ ഭൂമി ഗന്ധ തന്മാത്രയിൽ നിന്നുമാണ് ഉണ്ടായത്. അപ്പോ ഈ വരാഹം എന്താ? വരാഹത്തിന്റെ പ്രത്യേകത മണത്തറിയുന്ന ജന്തുവാണ് വരാഹം. അപ്പൊ ഇവിടെ ഗന്ധത്തെ ജയിക്കണം എന്ന് പറയണോ വാസന? അല്ലെങ്കിൽ പല ജീവികളും
ഗന്ധം, അതായത് നിന്റെ ഗന്ധം ദുർഗന്ധമാണ്, സുഗന്ധമാണ്, ഇതെനിക്കിഷ്ടമാണ്, ഇതെനിക്കിഷ്ടമല്ല, വാ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഇഷ്ടമുള്ള മണത്തിനെ ഒഴുകുകയും ഇഷ്ടമല്ലാത്ത മണത്തിൽ നിന്ന് ഓടി അകലുവാനൊക്കെ ശ്രമിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പിന്നെ നിരന്തരമായ പരിശീലനം കൊണ്ട് ഇഷ്ടമില്ലാത്ത മണവും ഇഷ്ടമുള്ളതായിട്ട് തീരും. അത് വേറൊരു വിഷയമാണ്. അപ്പൊ എന്തു തന്നെയായാലും ഇവിടെ ഈ ഗന്ധത്തെ ജയിക്കണം എന്നുള്ള തത്വമാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതായിട്ട് ഇരിക്കുന്നത്. മാത്രമല്ല അതോടൊപ്പം ഒരു ദിവസം ശ്രേഷ്ഠമാകണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് നമ്മുടേതായിരിക്കുന്ന കർത്തവ്യ കർമ്മത്തെ സ്വധർമ്മമായി കണ്ടുകൊണ്ട് ഫലനിരപേക്ഷമായിട്ട് ഞാൻ ചെയ്യുന്ന ഈ ധർമ്മ ആചരണത്തിലൂടെ ഭഗവാൻ സന്തോഷിക്കണം എന്ന രീതിയിൽ കർമ്മം ചെയ്യുകയാണ് വേണ്ടത്. അപ്പോ ഇവിടെ ഹിരണ്യാക്ഷൻ ഭൂമിയെ രസാതലത്തിലാണ് ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഭൂമിയെ ഒളിപ്പിച്ചത് എന്നുവെച്ചാൽ രസത്തിലാണ് ഭൂമിയെ ഒളിപ്പിക്കാൻ പറ്റൂ എന്നാ പറയുന്നത്. എന്നുവെച്ചാൽ ഭൂതത്വത്തെ ജലതത്വത്തിൽ ലയിപ്പിച്ചു എന്നുള്ളതാണ്. ഈ മണം, അതായത് അപ്പൊ രസ ആസ്വാദനം, ഈ ആസ്വാദനത്തിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് നമ്മുടെ ഗന്ധത്തിൽ വിജയിക്കാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അപ്പൊ അതാണ് രസാതലത്തിൽ കൊണ്ടുപോയിട്ട് ഒളിപ്പിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ രസിക്കാൻ വേണ്ടിയിട്ട് ജീവിച്ചാൽ നടക്കുമോ? രസോ വൈസ എന്നൊക്കെ നമ്മൾ പലയിടത്തും ആത്മാവിനെ, ബ്രഹ്മത്തെ, സത്യത്തെ, എന്നെക്കുറിച്ച് അങ്ങനെ പറയുന്നത് കേൾക്കേണ്ടായിരുന്നു. പക്ഷേ ഇവിടെ പറയുന്ന രസം എന്ന് പറയുന്നത് രസോ വൈസ എന്നുള്ള രസം ഇത് രസമില്ലാത്ത രസമാണെന്നാണ്. എന്നുവെച്ചാൽ ലൗകികമായ വൈശികമായ ഒരു രസവുമല്ല ഇവിടെ പറയുന്ന രസം. ആട്ടെ, എന്തായാലും രസാതലത്തിലാണ് ഭൂമിയെ ഒളിപ്പിച്ചത്. രസത്തിലാണ് ഭൂമിയെ ഒളിപ്പിക്കാം. എന്ന് വെച്ചാൽ ഭൂതത്വത്തെ ജലതത്വത്തിൽ ലയിപ്പിച്ചു. അപ്പൊ ഇവിടെ ഈ 3 മുതൽ 19 വരെ കർമ്മകാന്ഡം. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന 20-ാം അധ്യായം മുതൽ ജ്ഞാനകാന്ഡത്തെ കുറിച്ചിട്ടാണ് പറയാൻ തുടങ്ങാം. എന്തായാലും അപ്പൊ ഇവിടെ എന്തിനാണ് ഇപ്പൊ ഇവിടെ ഹിരണ്യാക്ഷനെ കൊന്ന് എന്നുള്ളൊരു ചോദ്യം വരികയാണ്. അപ്പൊ ഇവിടെ അതിനു വേണ്ടിയിട്ട് ആ ജയവിജയന്മാർക്ക് ശാപം ഉണ്ടാകുന്നതും അവര് ആണല്ലോ ഹിരണ്യാക്ഷനും ഹിരണ്യേശുവുമായിട്ടൊക്കെ ഇപ്പൊ ഇവിടെ പുനർജനിച്ചത്. അപ്പൊ ആയതിന്റെ താല്പര്യത്തിന്റെ ഒരു തത്വം കൂടി നമുക്കൊന്ന് ഈ സന്ദർഭത്തിൽ പരിശോധിക്കാം. അപ്പോ ഭഗവാന്റെ വൈകുണ്ഠ ലോകത്തിലേക്ക് പോകുമ്പോൾ അവിടെ 7 വാതിലുകൾ കടന്നിട്ട് വേണം. 7 വാതിലിന് അപ്പുറമാണ്, 7 കോട്ടയ്ക്ക് അപ്പുറമാണ് ഭഗവാന്റെ സന്നിധാനം അല്ലെങ്കിൽ ഭഗവാന്റെ വൈകുണ്ഠ ലോകം എന്ന് പറയാണ്ടായിട്ടുണ്ട്. അപ്പൊ അവിടെ എന്താണ് ഈ 7 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7 വാതിലുകൾ എന്ന് വെച്ചാൽ 5 ജ്ഞാനേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും. നമ്മുടെ ശ്രോത്രം, ത്വക്ക്, ചക്ഷു, പിന്നെന്താണ് മൂക്ക്, നാക്ക് എന്ന് പറയുന്ന ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളും ഈ 5 ജ്ഞാനേന്ദ്രിയങ്ങളെ പ്രചോദിപ്പിക്കുന്ന മനസ്സും ബുദ്ധിയും. ഇതിനെയാണ് 7 വാതിലുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 7 വാതിലുകൾ ഇത് കടന്നാലാണ് വൈകുണ്ഠപ്രാപ്തി. എന്നുവെച്ചാൽ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളുമായിട്ട് ചേരുമ്പോൾ കിട്ടുന്നതായിരിക്കുന്ന സുഖത്തിൽ നിന്ന് മോചിക്കുവാനായിട്ട് സാധിക്കണം. അപ്പോഴാണ് വൈകുണ്ഠപ്രാപ്തി. അപ്പൊ ഇവരെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ സനകാദികള് നമ്മുടെ ജയവിജയന്മാരെ ശപിക്കുന്നത്? കാരണം അഹങ്കാരം കളയാൻ വേണ്ടിയിട്ടാണ് ശപിക്കുന്നത്. ഇവിടെ ജയവിജയന്മാര് വാസ്തവത്തില് സത്വഗുണസമ്പന്നന്മാരും സാരൂപ്യമുക്തരുമാണ്. കാരണം ഭഗവാന്റെ തന്നെ സ്വരൂപമാണ് അവർക്കും. ഭഗവാനെ പോലെയുള്ള രൂപമാണ്. അവരെ കണ്ടാലും ഭഗവാനെ കണ്ടാലും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. 2 കൂട്ടരും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരുപോലെ തന്നെ ഇരിക്കുന്ന ആ ജയവിജയന്മാർക്ക് ഇവിടെ അഹങ്കാരമാണ് ഉണ്ടായത്. ചെറിയ കുട്ടികൾ ജ്ഞാനവൃദ്ധന്മാരാണ്, പരമഹംസ പദവിയിൽ അമർന്നിരിക്കുന്നവരാണ്. പക്ഷെ ആ യോഗസിദ്ധിയോ ജ്ഞാനസിദ്ധിയോ സന്യാസവൃത്തിയോ ഒന്നും ഇവിടെ ജയവിജയന്മാർക്ക്
ആ അഹങ്കാരത്തിന്റെ ഗർവ് കൊണ്ട്, ധാർഷ്ട്യം കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അപ്പോഴാണ് ജയവിജയന്മാർ ഇവരെ തടുക്കുക ഉണ്ടായത്. അപ്പൊ ഇവര് അഹങ്കാരം ഉണ്ടായപ്പോഴോ അധപതനം ഉണ്ടായി, അവർക്ക് ശാപം കിട്ടുകയും ചെയ്തല്ലോ. പിന്നെ നമ്മൾ കഥ പറഞ്ഞിട്ടുള്ളതാണ്, കഥയുടെ തത്വം ഒന്ന് ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിക്കുന്നതാണ്. പിന്നെ ദിതിയുടെ സന്ധ്യാസമയത്ത് പുത്രോത്പാദനം എന്ന് പറയുമ്പോഴുള്ള ശാപമാണ്. കാരണം സന്ധ്യയെക്കുറിച്ച് നമ്മൾ ആ സന്ദർഭത്തിൽ പറയാണ്ടായിട്ടുണ്ട്, സമ്യഗ്ധ്യായ രീതി സന്ധ്യ എന്നുള്ളതാണ്. സന്ധ്യാസമയത്ത് അനുഷ്ഠാനം, ധർമ്മം എന്നുവെച്ചാൽ ഗുരുവിൽ നിന്നും ഉപദേശമായിട്ട് ഗ്രഹിച്ച മൂലമന്ത്രത്തിൽ അല്ലെങ്കിൽ ആ രഹസ്യ ഉപദേശത്തെ സാക്ഷാത്കരിക്കുവാൻ വേണ്ടിയിട്ടുള്ള അഭ്യാസം ചെയ്യുവാനുള്ള സമയമാണ് പ്രധാനമായിട്ടും സന്ധ്യാസമയം. അപ്പൊ ആ സമയത്താണ് ഇവിടെ ദിതി ഇത് ആവശ്യപ്പെടുന്നത്. എന്തായാലും അങ്ങനെയുള്ള ഗർഭം 100 വർഷം വളർന്നു പ്രസവിച്ചു എന്നൊക്കെ കാണാണ്ടായി, ബലിഷ്ഠന്മാരായി, ബ്രഹ്മദേവനോട് വരം വാങ്ങി അവർ ശക്തി നേടി, ഹിരണ്യകശിപു ആ ലോകം മുഴുവൻ അടക്കി ഭരിച്ചു എന്ന് കാണാനുണ്ടായി, കേൾക്കാണ്ടായി. ഹിരണ്യാക്ഷൻ പ്രതിയോഗികളെ തേടിയിട്ടാണല്ലോ ആലകളോട് യുദ്ധം, അങ്ങനെ വരുണൻ നാരായണനോട് ചെയ്യാൻ പറയുകയുണ്ടായി. അങ്ങനെ ഭൂമിയെ ഉദ്ധരിച്ചു വരുന്ന ഭഗവാനെ നാരദന് കാണിച്ചു കൊടുക്കുകയുണ്ടായി. ഇപ്പൊ എന്താണിത് കാട്ടുമൃഗം എന്ന് പറയുമ്പോൾ നാട്ടുസിംഹത്തെ കൊല്ലാൻ എന്നും പറഞ്ഞിട്ടാണ് അവർ തമ്മിൽ യുദ്ധം ഉണ്ടായത്. യുദ്ധത്തിൽ ഭഗവാൻ കർമ്മമൂലത്തിൽ ഇടിച്ചിട്ടാണ്, അതായത് ഇവിടെ ചെവിയുടെ ഇവിടെ 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 ഒരു മർമ്മം, അവിടെ ആ കർമ്മമൂലത്തിൽ ഇടിച്ചിട്ടാണ് വാസ്തവത്തില് ഈ വരാഹത്തെ വധിച്ചത്. അപ്പൊ ഹിരണ്യാക്ഷനെ അപ്പൊ അതിൽ നിന്ന് നമുക്കിവിടെ എന്ത് മനസ്സിലാക്കണം? ഹിരണ്യാക്ഷനെ കൊന്നെങ്കിൽ മാത്രമേ ഭൂമിയെ ഉദ്ധരിക്കാൻ പറ്റൂ. കാരണം ഇപ്പൊ ഭൂമി എങ്ങനെ ഉയർത്തി വരുമ്പോ രസാതലത്തിൽ നിന്നും ഇങ്ങനെ ഭൂമിയെ ഉയർത്തിക്കൊടുന്ന് ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെ തടസ്സം കൂടി ആയിട്ടാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഈ അസുരൻ നിലനിന്നത്. അപ്പോ ഇവിടെ ഭൂമിയെ ഉദ്ധരിക്കണമെങ്കിൽ എന്ന് വെച്ചാൽ ഭൂമിയിൽ സദ്ധർമ്മങ്ങളും സത്കർമ്മങ്ങളും ധാർമ്മികമായ ആചാര അനുഷ്ഠാനങ്ങളും ഉണ്ടാകണമെങ്കിൽ ഹിരണ്യാക്ഷനെ കൊല്ലണം എന്നുള്ളതാണ്. ഹിരണ്യാക്ഷന്റെ ബുദ്ധി നശിപ്പിക്കണം എന്നുള്ളതാണ്. എന്താണ് അപ്പൊ ഈ ഹിരണ്യാക്ഷ ബുദ്ധി? സംഗ്രഹ ബുദ്ധിയാണെന്ന് നമുക്ക് കേൾക്കാൻ സാധിച്ചു. സംഗ്രഹ ബുദ്ധി എന്ന് പറഞ്ഞാൽ ലോഭമാണ്. എല്ലാം എനിക്ക്, മറ്റുള്ളവർക്ക് ഇത്ര മതി, കുറച്ച് മതി, ഇത്രയൊന്നും മതി, ഇതെല്ലാം എനിക്ക്, ഇതെല്ലാം എനിക്ക്, ഇതാണ് ലോഭബുദ്ധി. ഈ ലോഭബുദ്ധി കളഞ്ഞാൽ മാത്രമേ ഉദ്ധാരണം നടക്കുകയുള്ളൂ. ഈ ലോകവിഭവങ്ങള് എന്നെ പോലെ മറ്റുള്ളവർക്കും അവകാശപ്പെട്ടതാണ്. ഈ അവബോധത്തോടുകൂടി ജീവിതം തുടരുമ്പോഴാണ് സംഗ്രഹബുദ്ധിയായ ലോപബുദ്ധി നശിക്കുകയുള്ളൂ. അപ്പൊ ഇവിടെ കർണമൂലത്തിൽ ഇടിച്ചു കൊന്നു എന്നാ പറയുന്നത്. കർണം എന്ന് വെച്ചാൽ കർണം, ഈ കർണം എന്താണ്? ശബ്ദത്തിന് കാരണമാണ്. ശബ്ദം കേൾക്കുന്നത് ഈ ചെവി, അതിനുള്ളിലുള്ള ആ ഉപകരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഇവിടെ ശബ്ദത്തിൽ ആസക്തി പോണം, എന്നാൽ മറ്റുള്ളതിലെയും ആസക്തി പോകും എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് പഞ്ചവിഷയങ്ങളിലുള്ള ആസക്തി, ഏത് ആസക്തിയും വരുന്നതിന് തുടക്ക കാരണം ശബ്ദമാണ്. ഒന്നിനെക്കുറിച്ച് നമ്മളെ കേട്ടറിയുകയാണ്. ഒരു വിഷയത്തെ നമ്മൾ കേൾവിയിലൂടെ, ശ്രവണത്തിലൂടെ, ശബ്ദത്തിലൂടെ കേൾക്കുകയാണ്. അപ്പൊ ഏത് ആസക്തിയെയും നമുക്ക് ജയിക്കുവാൻ കഴിയണമെങ്കിൽ, നശിപ്പിക്കുവാൻ കഴിയണമെങ്കിൽ ആദ്യം നമുക്ക് ശബ്ദത്തിലുള്ള ആസക്തി പോകണം. അപ്പോ അതിനെയാണ് നാമജപം, മന്ത്രജപം, ഭഗവാന്റെ കഥകൾ കേൾക്കണം, ഈശ്വരന്റെ ലീലകൾ പറയണം, ഈശ്വരന്റെ രൂപത്തെ ധ്യാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഭാഗവതത്തിന്റെ ആ ഉപദേശം ആരംഭിക്കുമ്പോൾ തന്നെ ശുകബ്രഹ്മർഷി അറിയിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ ഭൂമിയെ ഉദ്ധരിക്കുക എന്ന് വെച്ചാൽ അത് നമ്മെ ഉദ്ധരിക്കുക തന്നെയാണ്. ഉദ്ധരേ ആത്മനാത്മാനം ആത്മാനം അവസാദയത് എന്നുള്ളതാണ്. എനിക്ക് എന്നെ ഉദ്ധരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഗുരുവായാലും ശാസ്ത്രമായാലും ഗ്രന്ഥമായാലും മറ്റുള്ളവർക്കൊക്കെ ഒരു വഴികാട്ടി, വഴി കാണിച്ചു തരാനേ പറ്റൂ. ആ വഴിയിലൂടെ പോയി ലക്ഷ്യം സാക്ഷാത്കരിക്കേണ്ടത് ഞാൻ തന്നെയാണ്. അപ്പോ എനിക്ക് എന്നെ ഉദ്ധരിക്കാൻ പറ്റൂ എന്നാണ്
നമ്മളപ്പോൾ ഇവിടെ അടിസ്ഥാനപരമായിട്ട് ആദ്യം തന്നെ അറിയേണ്ടതായിട്ട് ഇരിക്കുന്നത്. അപ്പൊ നമ്മെ ഉദ്ധരിക്കണമെങ്കിൽ, നമ്മെ ഉദ്ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണത്? ജീവിതം ഉദ്ധരിക്കലാണ്. അപ്പൊ ജീവിതം ഉദ്ധരിക്കുവാൻ ലോപബുദ്ധി പോകണം. ലോപബുദ്ധി പോകണമെങ്കിലോ നമ്മുടെ ജീവിതം പരോപകാരപ്രദമാകുമ്പോൾ ഭൂമി ഉദ്ധരിക്കപ്പെടും എന്നുള്ളതാണ്. അതല്ലേ, ഞാൻ ആചരിക്കുന്ന ധർമ്മം എനിക്ക് മാത്രം മനസ്സുഖം തന്നാൽ പോരാ. എനിക്ക് മനസ്സുഖം നൽകുന്നതിനോടൊപ്പം എൻ്റെ സഹചാരികൾക്കും സഹചാരികൾക്കും മറ്റുള്ളവർക്കും ജാതി മത രാഷ്ട്ര ഭേദങ്ങൾ ഏതുമില്ലാതെ ഇതിനെ അന്ധമായിട്ടല്ല, ശുദ്ധമായിട്ട് അനുകരിക്കുന്നവർക്കെല്ലാം സംതൃപ്തി, സമാധാനം, ശാന്തി ഉണ്ടാകുവാൻ സാധിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് പരോപകാരാർത്ഥം ഇതം ശരീരം എന്നുള്ള രീതിയിൽ ധർമ്മത്തെ ആചരിക്കുക തന്നെ വേണം. അപ്പൊ ഇവിടെ സംഗ്രഹവൃത്തി, ഭോഗവൃത്തി, അതായത് ഭോഗബുദ്ധിയും സംഗ്രഹവൃത്തിയും, ഇത് രണ്ടുമാണ് നമ്മുടെ അഹങ്കാരത്തെ പോഷിപ്പിക്കുന്നത്. അപ്പൊ ഈ അഹങ്കാരം നശിക്കുവാൻ എന്ത് വേണം? ഭഗവാന്റെ അനുഗ്രഹം വേണം എന്നുള്ളതാണ്. അപ്പോ ആ ഭഗവാന്റെ അനുഗ്രഹമാണ് വാസ്തവത്തിൽ ഇവിടെ നിഗ്രഹമായിട്ട് ലഭിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് ഭഗവാന്റെ അനുഗ്രഹം ആണ് ഏറ്റവും ശ്രേഷ്ഠം, നിഗ്രഹം നികൃഷ്ടമാണ് എന്നാണ് ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ അനുഗ്രഹത്തെക്കാൾ ശ്രേഷ്ഠം നികൃഷ്ടമല്ലാതിരിക്കുന്നതും നിഗ്രഹമാണെന്നാണ് പറയുന്നത്. കാരണം അനുഗ്രഹം എന്ന് പറയുമ്പോൾ അനുഗ്രഹ്യതയുടെ അനുഗ്രഹമാണ്, തന്നിലേക്ക് ചേർക്കാണ്, സാരൂപ്യം. നിഗ്രഹം എന്ന് പറയുമ്പോഴോ അവിടെ നിശേഷേണ ഗ്രഹിക്കാം, ഇല്ലാതെയൊക്കെയാണ്. എന്ന് വെച്ചാൽ നാമരൂപങ്ങളും കൂടി അവശേഷിക്കാതിരിക്കുകയാണ്. കാരണം നാല് അസുരന്മാരെ അവരുടെ എന്താ പറയുക, ആ അധർമ്മചിന്തയുടെ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ കൂടിയും ആ അധർമ്മചിന്തകളെ കൊണ്ട് അവര് 3 പ്രാവശ്യം അവർക്കും ശരീരം എടുക്കേണ്ടതായിട്ട് വന്നു, അസുരന്മാർക്കും. എന്നിട്ട് 3ാമത്തെ ജന്മത്തിലാണ് അവരും പരിപൂർണ ആ മോചനം പ്രാപിച്ചിട്ട് വൈകുണ്ഠ ലോകത്തിലേക്ക് പോകുന്നത്. ഈ വൈകുണ്ഠ ലോകത്തിലും വാസ്തവത്തിലെ പൂർണ്ണ മുക്തിയെ പറയുന്നില്ല. പരമപദപ്രാപ്തി, പരമമുക്തി എന്ന് പറയുന്നത്, കാരണം അത് വിഷ്ണുവിനോ ശിവനോ ഒന്നും വാസ്തവത്തിൽ പറയുന്നില്ല. അതൊരു താത്വികമായ രഹസ്യമാണ്. കാരണം ഈ നാമരൂപങ്ങൾക്കും അതീതമായിരിക്കുന്ന ഒരു സത്യമുണ്ട്. ആ സത്യത്തെ പ്രാപിക്കുമ്പോഴാണ് നമുക്ക് ജനിമൃതിയില്ലാത്ത, സംസാരത്തിന്റെ ബാധയില്ലാത്ത ആ നിജാനന്ദമായ പരബ്രഹ്മമായ ആത്മാവിന്റെ നിജസ്മൃതി ബോധത്തോടു കൂടിയിട്ട് മഹാസമാധി പ്രാപിക്കാൻ സാധിക്കുള്ളൂ. അത് ലഭിക്കുന്നത് വരെയും പുനരപി ജനനം, പുനരപി മരണം എന്നുള്ള രീതിയിൽ ഈ ജനന മരണ ചക്രം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുക തന്നെ ചെയ്യും. എന്തായാലും ഇരിക്കട്ടെ. അപ്പൊ ഇവിടെ ഇങ്ങനെ ഹിരണ്യാക്ഷൻ എന്ന് പറയുന്ന ഈ സംഗ്രഹ ബുദ്ധിയെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നശിപ്പിച്ചു എന്നാണ് നമുക്ക് ഈ കർമ്മകാണ്ഡ ഭാഗത്തിൽ നിന്നും. അപ്പൊ കർമ്മകാണ്ഡം ഈശ്വരാഭിമുഖമായിട്ട് നമ്മൾ ധർമ്മം ആചരിക്കുന്നത് എൻ്റെ യഥാർത്ഥ ഉണ്മയെ, യഥാർത്ഥ സത്സ്വരൂപത്തെ അറിയുവാൻ വേണ്ടിയിട്ടാണ്. ആയതിനു വേണ്ടിയിട്ട് നമ്മൾ ഗുരുമുഖമുഖമായിട്ട് ഉപദേശമായിട്ട് നേടിയിരിക്കുന്ന, സ്വീകരിച്ചിരിക്കുന്ന മൂലമന്ത്രത്തെ ജപിക്കുകയും ഗുരു ഉപദേശിച്ചിരിക്കുന്ന ഉപദേശ രഹസ്യത്തെ വിചാരം ചെയ്ത് ബോധിക്കുകയും വിചാരം ചെയ്ത് ബോധിച്ചിരിക്കുന്ന ആ തത്വത്തെ എന്ത് ചെയ്യണം? നമ്മൾ നിധിധ്യാസനം, ധ്യാനം വഴി സ്ഥിരപ്പെടുത്തുകയും സാക്ഷാത്കരിക്കുകയും ചെയ്യണം. അങ്ങനെ നമ്മൾ എന്താണ് ജീവിക്കുമ്പോൾ
നമ്മുടെ ജീവിതം നമുക്ക് ഈ സംസാരത്തിൽ നിന്ന് മോചിക്കുവാനും നമ്മുടേതായിരിക്കുന്ന ആചാരം ശ്രദ്ധിക്കുന്നവർക്ക് അവർക്കും ഈ സമൂഹത്തിൽ നിന്നും ഈ സംസാരത്തിൽ നിന്നും മോചിക്കുവാൻ അത് ഒരു പ്രചോദകമാവുകയും ചെയ്യും. ഇതാണ് നമുക്ക് ഈ കർമ്മകാണ്ഡ ഭാഗത്തിൽ നിന്നും പ്രധാനമായിട്ടും മനസ്സിലാക്കുവാനായിട്ട് ഉള്ളത്. ഇനിയും നമുക്ക് ഇപ്പൊ നമ്മൾ ദേവസൃഷ്ടിയാണ്, ബ്രഹ്മസൃഷ്ടിയാണ്, ഇനി നമുക്ക് മനുഷ്യ സൃഷ്ടിയെ കുറിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഇനി മുതലുള്ള 14 അധ്യായങ്ങളിലൂടെ കൈലോപദേശമൊക്കെ വരുന്ന അവിടെയാണ് ജ്ഞാനകാണ്ഡത്തെ പറയുവാനായിട്ട് ആരംഭിക്കുകയാണ്. അപ്പോ ഈ ജ്ഞാനകാണ്ഡം അവിടെ ആ അമ്മയ്ക്ക് മകൻ തന്നെ ആത്മോപദേശം കൊടുക്കുന്നതായിരിക്കുന്ന വിഷയങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോ അതാണ് നമുക്ക് ഇനിയും ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നത്. ഒന്നാമത്തെ ദിവസത്തിലെ കഥകൾ ശുഭേച്ഛയ്ക്ക് വേണ്ടിയിട്ടാണ്. ശുഭമായിട്ടുള്ളത് അഹം, ഞാനാണ്, ബ്രഹ്മമാണ്, ഈശ്വരനാണ്, ഭഗവാനാണ്, ആത്മാവാണ്. അപ്പൊ ആ ഈശ്വരനെ അറിയുവാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ജീവിതത്തെയാണ് ശുഭേച്ഛയോട് കൂടിയിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അത് ധാർമ്മികമാകുമ്പോൾ ഈ ലോകത്തിൽ നമുക്ക് സൗഖ്യം, മനസ്സമാധാനം ഉണ്ടാവുകയും അതുപോലെ പരമപതിപ്രാപ്തി അനുഭവ വിധേയമാവുകയും ചെയ്യും എന്നുള്ളത് തർക്കമില്ലാത്തൊരു സത്യമാണ്. അപ്പോ ഇനി നമുക്ക് ആ ജ്ഞാനകാണ്ഡത്തെ, കാരണം 24 അധ്യായം വരെയാണ് വാസ്തവത്തിൽ ഞാനൊക്കെ സപ്താഹയജ്ഞം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ 24 അധ്യായം വരെ ഒന്നാമത്തെ ദിവസത്തില് 3-ാമത്തെ സ്കന്ധത്തിൽ 24-ാമത്തെ അധ്യായം വരെയുള്ള കഥാഭാഗങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അപ്പൊ നമുക്ക് ആ 1-ാമത്തെ ദിവസത്തിന്റെ കഥാഭാഗമായിട്ട് 24 അധ്യായങ്ങൾ വരെ തന്നെ നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ നമ്മളിവിടെ 3-ാമത്തെ സ്കന്ധത്തിലെ 19-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളെയാണ് ചെറിയ രീതിയിൽ സംക്ഷിപ്തമായിട്ട് പറഞ്ഞ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഒരു സപ്താഹവേദിയിലൊന്നും നമുക്ക് വാസ്തവത്തിൽ ഇത്രയും പറയുവാനുള്ളൊരു സന്ദർഭം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്തായാലും നമുക്ക് ഈ ഭാഗവത ധ്യാനത്തിൽ നിന്ന് ഭാഗവത ശാസ്ത്രത്തിൻ്റെയും അതുപോലെ സനാതന ധർമ്മ സംസ്കാരത്തിൻ്റെയും മഹിമ മനസ്സിലാക്കി ശരാശരി ഒരു നല്ല മനുഷ്യരായിട്ട് ഈ ബാക്കിയുള്ള കാലം നമുക്കെല്ലാവർക്കും ജീവിക്കുവാൻ സാധിക്കണം എന്നുള്ള സങ്കല്പത്തോടുകൂടി, വിശ്വാസത്തോടുകൂടി നമുക്ക് ജ്ഞാനകാണ്ഡത്തിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുവാൻ ആരംഭിക്കാം.